ഹലോ എവ്രിവൺ, എല്ലാവർക്കും നീൽസ് അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. CUET UG കെമിസ്ട്രിയിലെ ഒരു പുതിയ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. +2 ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. അതിൽ പാർട്ട് 1 ആണ് ഇന്ന് എടുക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതർ. സോ ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ആദ്യം എന്താണ് ആൽക്കഹോൾ, എന്താണ് ഫീനോൾ, എന്താണ് ഈതർ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10th മുതൽ പഠിക്കുന്ന കാര്യം തന്നെയാണ്. ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാന്നുള്ളത് നമ്മൾ അറിയണം ആദ്യം. ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, അതുപോലെ ഫീനോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, ഈതറിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. സോ ആൽക്കഹോൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് OH. ഓക്കെ, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് ROH എന്നാണ് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം ഫീനോളിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ അത് ബെൻസീൻ റിങ്ങില് ആരോമാറ്റിക് ആണ്. ബെൻസീൻ റിങ്ങില് OH വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഫീനോൾ കേട്ടോ. നമ്മളിപ്പോ ഡെയിലി ലൈഫ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനോയിൽ എന്നൊക്കെ പറയില്ലേ, നമ്മള് നിലം വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെ, അത് ശരിക്കും ഫീനോളാ. നമ്മൾ പറയുമ്പോൾ ഫിനോയില്, ഫെനോയില് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ കേട്ടോ. സോ ഫീനോൾ എന്ന് പറയുന്നത് ഇതാണ്, ബെൻസീൻ ഉണ്ടെങ്കിൽ OH അറ്റാച്ച് ചെയ്യുന്നതാണ്. ദെൻ ഈതർ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ O ഗ്രൂപ്പ് ആണ്. ദാറ്റ് ഈസ് ROR'. അങ്ങനെ എഴുതാം നമുക്ക്, ROR' എന്നുള്ളത് കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം നമ്മൾ പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. OH ഗ്രൂപ്പിനെ പറയുന്ന വേറെ പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നുള്ളത്. ഓക്കെ, OH ഗ്രൂപ്പിനെ പറയുന്ന വേറെ പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ OH ഗ്രൂപ്പിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ആൽക്കഹോൾസിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ മോണോഹൈഡ്രിക് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. മോണോ മീൻസ് വി നോ ദാറ്റ് 1 എന്നുള്ള ഒരു അർത്ഥമാണ് മോണോയ്ക്ക് വരുന്നത്. സോ മോണോഹൈഡ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OH ഗ്രൂപ്പ് കണ്ടെയ്ൻസ് 1 OH ഗ്രൂപ്പ് കേട്ടോ. അതാണ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയുന്നത്. സോ അത് എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ നമ്മൾ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, CH3 CH2OH എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പേര് ഞാൻ ഇപ്പൊ തന്നെ പറയാം. നെയിമിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കൂ, 2 കാർബൺ ആണ്. സോ മെത്ത് എത്താണ്. OH വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം എന്ത് ചേർക്കണം? ഓള് ചേർക്കണം കേട്ടോ, ഓള്. ഇപ്പൊ മെത്ത് എത്ത്. അപ്പൊ ഇതിന്റെ പേര് എന്താ വരിക? യെസ്, എത്തനോൾ. ഇതാണ് പേര് വരിക. ഓക്കെ, അടുത്തതാണ് ഡൈഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡൈഹൈഡ്രിക് ആൽക്കഹോൾ ഡൈ മീൻസ് 2 എന്നാണ്. ദെർഫോർ OH ഗ്രൂപ്പ് അവിടെ 2 ഉണ്ടാവും. ഓക്കെ, 2 OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് 1,2 എത്താൻഡയോൾ, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഈ പറയുന്ന എത്തിലിൻ ഗ്ലൈക്കോൾ കേട്ടോ. അതിന്റെ സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, CH2 CH2 OH 2 OH ഗ്രൂപ്പ് വന്നില്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ ഡൈഹൈഡ്രിക് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അടുത്ത ട്രൈഹൈഡ്രിക് ആണ്. വി നോ ദാറ്റ് ട്രൈ മീൻസ് 3. സോ ഇവിടെ വരുന്നത് 1,2,3 പ്രൊപ്പാൻ ട്രയോൾ ആണ്. ഇതിന്റെ പേരാണ് ഗ്ലിസറോൾ. ഗ്ലിസറോൾ എന്നുള്ളത് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ലെ. ഗ്ലിസറോൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്, നമ്മള് സ്കിന്നിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? യെസ്, ഗ്ലിസറോൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്ലിസറോളിന്റെ ആ നെയിം എന്താ പറയാ? 1,2,3 പ്രൊപ്പാൻ ട്രയോളാ. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഗ്ലിസറോള് നമ്മൾ പറയുമല്ലോ സോപ്പിനകത്ത് ഗ്ലിസറോൾ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താ? അത് 1,2,3 എന്താ? പ്രൊപ്പാൻ ട്രയോൾ ആണത് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് നോക്കുക, സ്ട്രക്ചർ നോക്കൂ, ഒന്നുമില്ല. CH2 CH2 അതിലെല്ലാത്തിലും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു OH ഗ്രൂപ്പിന്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? യെസ്, നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും.
നെക്സ്റ്റ് നമ്മളിപ്പോ മോണോഹൈഡ്രിക്, ഡൈഹൈഡ്രിക്, ട്രൈഹൈഡ്രിക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സോ ആ മോണോഹൈഡ്രിക്കിനെ നമുക്ക് ഫെർദർ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് കോമ്പൗണ്ട് കണ്ടെയ്നിങ് sp3COH ബോണ്ട്. sp3 ബോണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതായത് സിംഗിൾ ബോണ്ട് വരുന്ന കേസിലാണ് sp3 ബോണ്ട് ഉണ്ടാവുന്നത്. അതേസമയം sp2 ഉണ്ടാവുന്നത് എപ്പോഴായിരിക്കും? യെസ്, ഡബിൾ ബോണ്ട് വരുമ്പോഴായിരിക്കും sp2 ഉണ്ടാവുക. ഓക്കെ. ഇനി നോക്കൂ, കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp3COH ബോണ്ട്. ഇപ്പൊ OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അതായത് OH ഗ്രൂപ്പ് എന്ന് പറയുന്നത്, OH ഗ്രൂപ്പ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഒരു കാർബൺ ആറ്റം. ഇനി ആ കാർബൺ ആറ്റത്തിന്റെ പ്രത്യേകത എന്താ? കാർബൺ ആറ്റത്തിന്റെ ആ കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആയിരിക്കും. എന്താ sp3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിംഗിൾ ബോണ്ട് ആയിരിക്കും. അങ്ങനെ സിംപ്ലി ഓർത്താലും മതി കേട്ടോ. ഇനി ഇതിനകത്ത് വരുന്നതാണ് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. ഇപ്പൊ പ്രൈമറി എന്താ, സെക്കൻഡറി എന്താ, ടേഴ്സറി എന്താന്ന് അറിയുന്നു വിചാരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് പറഞ്ഞുതരാം. എച്ചിന്റെ എണ്ണം നോക്കിയാൽ മതി. CH2OH 6. ഇത് പ്രൈമറി കേട്ടോ. അതായത് OH-നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണില് 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് പ്രൈമറി ആണ്. 1 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി. ഹൈഡ്രജനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ടേഴ്സറി. ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അത് ടേഴ്സറി. അങ്ങനെ ആലോചിച്ചാലും മതി. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന 2 ആൾക്കാരാണ് അല്ലീലിക് ആൽക്കഹോൾസും ബെൻസൈലിക് ആൽക്കഹോൾസും. അപ്പൊ അല്ലൈൽ എന്താണ്, ബെൻസൈൽ എന്താണുള്ളത്? ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ ആൽക്കീൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് അല്ലൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്ലൈൽ ആൽക്കഹോൾ ആണിത്. അപ്പൊ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കായിട്ട് നമ്മൾ വരച്ചേക്കുന്നതാണ്. ലൈൻ, ബോണ്ട് ലൈൻ ആയിട്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് സാധാരണ പോലെ എഴുതാം, കുഴപ്പമില്ല. നോക്കിക്കോളൂ, ഞാനത് വരച്ചു തരാം. പ്രൊപ്പ് 2 in 1 all എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ, ഐ മീൻ നെയിം തന്നിട്ടുള്ളത്. പ്രൊപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കാർബൺ അവിടെ 3 എണ്ണമാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. കാർബൺ അവിടെ 3 എണ്ണം വേണം. ഓക്കെ, സോ അതിനകത്ത് നോക്കൂ, ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഇനി എന്താണ് അല്ലൈലിക് എന്നുള്ളത് ആദ്യം പറയട്ടെ ഞാൻ. അല്ലൈലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാന്നുള്ളത് നോക്കുക. ആരാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്? OH. ഓക്കെ, ഇപ്പൊ OH അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആണ് ആൽഫ കാർബൺ, ഇത് അല്ലേ. സോ OH അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബണിൽ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അല്ലൈൽ എന്ന് പറയും. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബണിൽ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ അല്ലൈൽ എന്ന് പറയാം. അതേസമയം ബെൻസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബെൻസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബെൻസീൻ വരയ്ക്കുന്നു. ബെൻസീൻ വരച്ചു കഴിഞ്ഞ് ബെൻസീൻ വരച്ചു കഴിഞ്ഞു. ബെൻസീൻ വരച്ചതിന് ശേഷം അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്തുള്ള കാർബണിലാണ് നമ്മളിപ്പോ അല്ലൈലിക്കിന്റെ കേസ് പറഞ്ഞില്ലേ, സെയിം കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ അവിടെ എന്ത് വന്നു എന്ന് മാത്രം, ഒരു അറൈൽ ഗ്രൂപ്പ് വന്നു എന്ന് മാത്രം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇത് OH, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് വരുന്നത്. ഇനി എന്താ പറഞ്ഞ, OH അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആണ്. അതേതാ കാർബൺ? ഈ കാർബൺ, ഈ ഒരു എൻഡ് അല്ലെ. ആ കാർബണിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീനൈൽ മെത്തനോൾ എന്ന് നമുക്കിതിനെ വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് കണ്ടെയ്നിങ് sp2COH ബോണ്ട്. അതായത് sp2 ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡബിൾ ബോണ്ട് വരുന്ന സമയത്താണ് നമ്മൾ അതിനെ sp2 എന്ന് വിളിക്കുന്നത്. സോ അതിന്റെ പേരാണ് വിനൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. വിനൈൽ
വിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബണിൽ ഡബിൾ ബോണ്ട് വരിക. ഓക്കെ, അല്ലൈലിന്റെയും വിനൈലിന്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അല്ലൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന്റെ തൊട്ടടുത്ത കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഈ ഫീനോളും ഇത് എക്സാമ്പിൾ ആയിട്ട് വരും കേട്ടോ. വിനൈലൊക്കെ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നോക്കൂ, കണ്ടുവോ, ഇതാണ് ഫങ്ഷൻ ഗ്രൂപ്പ്. ഇതിന്റെ തൊട്ടടുത്തുള്ള കാർബണിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് വിനൈലിക് ആൽക്കഹോൾ. ഫീനോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതാണ് ഫീനോൾ എന്ന് പറയുന്നത്. സോ OH ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബൺ എന്ന് പറയുന്നത് ഏതാ? ഇതല്ലേ. ഈ കാർബണിൽ എന്ത് വന്നു? ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, സോ ഫീനൈലും വിനൈൽ ക്ലോറൈഡ് എല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആൽക്കഹോൾസിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫീനോൾ ആണ്. ഓക്കെ, ഫീനോളിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് തന്നെയാണ്. നമ്മൾ ആൽക്കഹോളിൽ പറഞ്ഞ അതേപോലെ തന്നെ OH ഗ്രൂപ്പിന്റെ എണ്ണം അനുസരിച്ചാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അവിടെ നമ്മൾ മോണോഹൈഡ്രിക് എന്നുള്ള രീതിക്ക് പറഞ്ഞു, ഡൈഹൈഡ്രിക്, ട്രൈഹൈഡ്രിക് എന്ന് പറഞ്ഞു. ഇവിടെയും അതേപോലെ തന്നെ മോണോഹൈഡ്രിക് ഫീനോൾ ഉണ്ട്, ഡൈഹൈഡ്രിക് ഉണ്ട്, ട്രൈഹൈഡ്രിക് ഉണ്ട്. ഒന്നുമില്ല, ഫീനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, ബെൻസീൻ റിങ്ങിൽ OH അറ്റാച്ച് ചെയ്തതാണ് ഫീനോൾ എന്ന് പറയുന്നത്. സോ ഇതേ ബെൻസീൻ റിങ്ങിനകത്ത് എന്താണ്, ഒരു OH ഓൾറെഡി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ മോണോ, ഡൈയും ട്രൈയും ആയിട്ട് എടുക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആർ ഗിവൻ ബിലോ. നോക്കിക്കോ, നോക്കൂ, ഇത് മോണോഹൈഡ്രിക്കിന് എക്സാമ്പിൾ ആണ്. ഫീനോൾ മോണോഹൈഡ്രിക് ആണ്, ബിക്കോസ് അവിടെ ഒരൊറ്റ OH ഗ്രൂപ്പ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കൂ, ഒരു OHും ഒരു CH3 ഉണ്ട്, ബട്ട് സ്റ്റിൽ അവിടെ OH ഗ്രൂപ്പ് എത്ര ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും മോണോഹൈഡ്രിക് ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ ഡൈഹൈഡ്രിക് ആണ്. ഡൈഹൈഡ്രിക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് അവിടെ. മൂന്നാമത്തെ ട്രൈഹൈഡ്രിക്, അവിടെ എന്തുണ്ടാവും? 3 OH ഗ്രൂപ്പ് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് നൊമൻക്ലേച്ചർ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു പാർട്ട് നമ്മളിവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് നൊമൻക്ലേച്ചർ ആണ്. നൊമൻക്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിങ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ആൽക്കഹോൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ നെയിം എന്ന് പറയുന്നത് ആൽക്കഹോൾ എന്ന പേരിൽ അറിയപ്പെടുന്നതായിരിക്കും കോമൺ നെയിം അവിടുത്തെ. അതായത് ഇപ്പം മെത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയും, എത്താണെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയും. ഇങ്ങനെയാണ് കോമൺ നെയിം കാണിക്കുക. അതേസമയം IUPAC നെയിം എടുത്തു കഴിഞ്ഞാൽ, IUPAC നെയിം എടുത്തു കഴിഞ്ഞാൽ സഫിക്സിൽ നമ്മൾ OL എന്ന് പറയുന്ന 2 ലെറ്ററും കൂടെ ചേർക്കണം. OL, ഫീനോൾ കണ്ടുവോ? അതുപോലെ മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, അങ്ങനെയാണ് നമ്മൾ അതിന് പറയാ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫീനോളിന്റെ നൊമൻക്ലേച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫീനോൾ എന്ന് പറയുന്നത് ഏതാണ്? C6H5OH തന്നെയാണ്. ഓക്കെ, ഇനി OHന്റെ ഗ്രൂപ്പ് ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ ഓർത്തോമെറ്റാ പാരാന്ന് കൂടെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാനും വിചാരിക്കുന്നു. ഓൾറെഡി കഴിഞ്ഞ ഓർഗാനിക് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ഫീനോൾ എന്ന് പറയുന്നത്. സോ ഈ ഫീനോളിന്റെ ഓർത്തോ, മെറ്റാ, പാരാ പൊസിഷൻസ് എന്ന് പറയുന്നത് ഇതാണ് ഓർത്തോ. ഈ 2 പൊസിഷൻസും ഓർത്തോയാണ്, ഇത് രണ്ടും മെറ്റയാണ്, ആൻഡ് ദിസ് പൊസിഷൻ ഇസ് പാര. ഇതാണ് ഫീനോളിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പേരിടുന്നത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നോക്കൂ, ആദ്യം നോക്കി CH3OH ആണ്. എന്തായിരിക്കും അതിന്റെ നെയിം വരിക? ഏതായിരിക്കും? യെസ്, ഒരു കാർബൺ ആണ്, സോ മെത്താണ്, സോ മെത്തനോൾ. അതാണ് IUPAC നെയിം എന്ന് പറയുന്നത്. ഇനി കോമൺ നെയിം വരുന്ന സമയത്ത് നമ്മൾ ആൽക്കഹോൾ ചേർക്കണം. എത്ര കാർബൺ ഉണ്ട്? ഒരെണ്ണം, സോ മീഥൈൽ എന്ന് ചേർക്കുക, മീഥൈൽ ആൽക്കഹോൾ എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, മെത്ത്, പ്രൊപ്പ്, 3 കാർബൺ ഉണ്ട്, സോ പ്രൊപ്പനോൾ എന്നുള്ളതാണ്. ഇനി ആ പ്രൊപ്പാൻ 1 ഓൾ നമ്മൾ എഴുതിയിരിക്കുന്നത് നോക്കൂ, പ്രൊപ്പനോൾ എഴുതിയാലും തെറ്റില്ല കേട്ടോ.
പ്രൊപ്പാൻ 1 ഓള് നോക്കൂ, എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ പൊസിഷൻ അതിലാണ് OH അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രൊപ്പാൻ 1 ഓൾ എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് നോക്കൂ, അത് എൻ പ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ്. ഇത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 2 ഓൾ, അതായത് 2 എന്ന പൊസിഷനിലാണ് OH അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അത്യാവശ്യം നോക്കുക, എന്റെ തനിയെ നെയിം ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. ആൽക്കഹോൾസിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് ഇതിനകത്ത് ഉള്ളത്. നൗ ഫീനോളിന്റെ നെയിമിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കോമൺ നെയിം എല്ലാം നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിരിക്കും, ബിക്കോസ് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നോക്കൂ, ഫീനോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലേ. അടുത്ത് നോക്കൂ, ക്രിസോൾ എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. അതായത് ബെൻസീൻ റിങ്ങിനകത്ത് OH ഗ്രൂപ്പും അതുപോലെ തന്നെ CH3 ഗ്രൂപ്പും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് മാറുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ക്രിസോൾ എന്ന് പറയും നമ്മൾ കേട്ടോ, ക്രിസോൾ. ഇനി അതിന്റെ IUPAC നെയിം നോക്കൂ, 2-മീഥൈൽ ഫീനോൾ. ഫീനോളിലാണ് അവിടെ, അതായത് OH ഗ്രൂപ്പിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ ഫീനോളിന് കൊടുത്തു. ഇനി മീഥൈൽ ഗ്രൂപ്പാണ് CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയുള്ളത്, സെക്കൻഡ് പൊസിഷനിലാണ്, അതുകൊണ്ട് 2-മീഥൈൽ ഫീനോൾ എന്ന് എഴുതാം. അതുപോലെ അടുത്തത് മെറ്റാ ക്രിസോൾ ആണ്. മെറ്റ മീൻസ് ഞാൻ ഇപ്പൊ 3 പൊസിഷൻസ് പറഞ്ഞല്ലോ, അതാണ് മെറ്റ എന്ന് പറയുമ്പോൾ 3 പൊസിഷനിൽ CH3 വരുന്നു. സോ 3-മീഥൈൽ ഫീനോൾ. പിന്നെ പാര. അടുത്തതാണ് അതായത് ഡൈഹൈഡ്രിക് ആയിട്ടുള്ള ഫീനോളിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പറയുന്ന പേരാണ് കാറ്റക്കോൾ എന്ന് പറയുന്നത്. കാറ്റക്കോൾ ശ്രദ്ധിക്കുക, ഓർത്തോന്റെ കേസിലാണ് കേട്ടോ. OH ഓർത്തോയിൽ വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്, അതാണ് കാറ്റക്കോൾ. OH മെറ്റാ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് റിസോഴ്സിനോൾ എന്ന് പറയും, റിസോഴ്സിനോൾ കേട്ടോ. ഇനി OH ഓപ്പോസിറ്റ്, അതായത് പാര പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്വിനോൾ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ലാസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നൈട്രേഷൻ പറയുന്ന സമയത്ത് ഓൾറെഡി ഹാലോ ആൽക്കൈൻസ് ആൻഡ് അറീൻസിനകത്ത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കിക്കോളൂ, OH അതായത് ഫീനോളിന്റെ അടുത്ത് 2-4-6 എന്ന പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് 2,4,6 ട്രൈ നൈട്രോഫീനോൾ, ഇതിന്റെ പേരാണ് പിക്രിക് ആസിഡ്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് പിക്രിക് ആസിഡ്. ഇനി വരുന്ന കുറച്ച് കോമ്പൗണ്ടുകളാണ്. നോക്കൂ, ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മെറ്റാ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ മെറ്റാ ബ്രോമോ ഫീനോൾ എന്ന് പറയാം, അല്ലെങ്കിൽ 3 ബ്രോമോ ഫീനോൾ എന്നും പറയാൻ തെറ്റില്ല. അടുത്ത നോക്കൂ, ഓർത്തോക്രിസോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ലാസ്റ്റ് വൺ ആണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഒരു OH ഗ്രൂപ്പും ഒരു COOH ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. റിസോഴ്സിനോൾ ഓൾറെഡി പറഞ്ഞു, ഹൈഡ്രോക്വിനോൺ പറഞ്ഞു. ഓക്കെ, അടുത്തത് പാരാഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആണ്. അത് OHും COOH അങ്ങനെ 2 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് പാരാഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ആദ്യം പ്രിപ്പറേഷൻ നോക്കുന്നത് ആൽക്കഹോൾസിന്റെയാണ്. സോ ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് ആണ് ഫ്രം ആൽക്കീൻസ് എന്ന് പറയും. വി നോ ദാറ്റ് ആൽക്കീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് കോമ്പൗണ്ട്സ് എന്ന് അറിയാം. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത് ഫ്രം ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ എന്തും സംഭവിക്കുന്നത് നോക്കൂ, ഒരു ആൽക്കീൻ എടുത്തിട്ടുണ്ട്, R2 ഡബിൾ ബോണ്ട് CH2, അതിന്റെ കൂടെ H2 ആഡ് ചെയ്യുന്നുണ്ട്. ആസിഡ് കാറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ H+ കൂടെ എന്ത് ചെയ്തിട്ടുള്ള ഇൻ പ്രസൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്ത ശേഷം ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യുന്നു. എന്താ ഉണ്ടാവുന്നത്, യെസ്, ഒരു OH അവിടെ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഒരു OH അവിടെ വന്ന് ചേരുന്നു കേട്ടോ. നെക്സ്റ്റ് ഫ്രം ഹൈഡ്രോബോറേഷൻ ആണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഇത് ശ്രദ്ധിക്കുക, ഹൈഡ്രോബോറേഷന്റെ കേസ് വരുമ്പോൾ അതായത് പ്രൊപ്പീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഡൈബോറൈൻ ചേർക്കുന്നു. ഡൈബോറൈന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് B2H6 കേട്ടോ. ഇതാണ് ഡൈബോറൈൻ എന്ന് പറയുന്നത്. ബോറോൺ കോമ്പൗണ്ടിന്റെ ഡെറിവേറ്റീവ് ആണ് ഡൈബോറൈൻ, ഓർത്ത് വയ്ക്കുക. B2H6 എന്ന് പറയും. ഇനി ഈ B2H6 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത് HB2 ട്വൈസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു H ഇവിടെയും ഈ ഒരു പൊസിഷനിലും ബാക്കി BH2 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലും എന്ത് ചെയ്യും, ആഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, ഇവിടെ H ആഡ് ചെയ്തിട്ടുണ്ട്, BH2 ഉണ്ട്. ഫർദർ നമ്മൾ ഈ പ്രോപ്പീനെ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതെന്ന് പറയുന്നത് ട്വൈസ് ആയിട്ട് മാറും. പിന്നെയും ഫർദർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെയും ത്രൈസ് B ആയിട്ട് മാറും.
ആൻഡ് ലാസ്റ്റ് ഇനി ഇവിടെ എച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് നമ്മൾ H2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് H2O2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? യെസ്, ഈ ഒരു പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ പ്രൊപ്പാൻ 1 എന്ന് പറയുന്ന പോർഷൻ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു ആൽക്കീനിനെ ആൽക്കഹോൾ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ആൽക്കീനിനെ ആൽക്കഹോൾ ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ 2 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് ഫ്രം കാർബണിൽ കോമ്പൗണ്ട്സ്. നമുക്കറിയാം കാർബണിൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C+O ഗ്രൂപ്പുകളെ നമ്മൾ കാർബണിൽ കോമ്പൗണ്ട്സ് വരുന്നത്. ദേ ഇൻക്ലൂഡ് എന്താ? ആൽഡിഹൈഡ്, കീറ്റോൺ, അതുപോലെ തന്നെ ഒരുപാടധികം കോമ്പൗണ്ട്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഫസ്റ്റ് വൺ ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജൻസ് ആണ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ഏജൻസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് LiAlH4 ആണ്, അതായത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. ആൻഡ് അത് ഓർ NaBH4 സോഡിയം മെറ്റാബോറേറ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മിക്കവാറും നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് ഉപയോഗിക്കാറ് കേട്ടോ. സോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കൂ. ആദ്യത്തെ RC∪H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ? യെസ്, അതാണ് ആൽഡിഹൈഡ്. RCHO എന്ന് പറയുന്നത് CHO ഗ്രൂപ്പ് കേട്ടോ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ O എന്ന് പറയുന്നത് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം അവിടെ ഒരു H വന്ന് നിൽക്കും. അങ്ങനെ OH ആയിട്ട് മാറും. അത് ഒരു H ഉണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു H വരും, ഇവിടെ ഒരു H വരും, അതുപോലെ തന്നെ ഇവിടെ ഒരു H വരും. ഓക്കെ ഓക്കെ അടുത്തതാണ് RC∪R. ഇതാണ് കീറ്റോൺ. C∪O ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോണിനെ ഷോ ചെയ്യുന്നതാണ്. സെയിം റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുന്നു. സോ വി ഗെറ്റ് അനദർ ആൽക്കഹോൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. RCH2OH. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇവിടെയാണെങ്കിൽ RCHR'OH. ഇവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിലും എന്ത് ഡിഫറൻസ് ആണ് കാണാൻ കഴിയുന്നത്? അതെ, ഇവിടെ എന്ന് പറയുന്നത് 2 H ഉണ്ട്, ഇവിടെ നിന്ന് ഒരു H ഉള്ളൂ. വിച്ച് മീൻസ് അത് പ്രൈമറി ആൽക്കഹോളും ഇത് സെക്കൻഡറി ആൽക്കഹോളും ആണെന്നുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അടുത്തത് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. RNgX എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, RNgX. ഇനി RNgX എന്ന് പറയുന്നത് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണെന്ന് കൂടെ മനസ്സിലാക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. മെത്തനോൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മെത്തനോൾ. സോ മെത്തനോൾ എടുത്തു കഴിഞ്ഞാൽ മെത്തനോൾ അല്ല, മെത്തനാളാണ്. മെത്തനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ആണ് വരുന്നത് അതിനകത്ത്. ഓക്കെ, ഒരു കാർബൺ എന്ന് പറയുന്ന ഓക്കെ CHO എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പ്. സോ
അതിലൊരു എച്ച് കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് മെത്തനാൾ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നമ്മൾ RMgX എന്ന് പറയുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, RCH2ONgX എന്നായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അതായത് HCHO അല്ലേ, സോ അതിനകത്ത് 2 H ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ CH2 എന്ന് എഴുതിയിട്ടുണ്ട്, ആ O എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ള MgX എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതായത് ആറും MgXന്റെയും ഇടയ്ക്ക് നമ്മൾ ഈ HCHOനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യാണ്. ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? RCH2OH. മനസ്സിലായോ? H2O പറഞ്ഞു കഴിഞ്ഞാൽ H+ഉം OH- കൂടി ഉള്ളതല്ലേ. അതിൽ H എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ കൂടെ ചേരുകയും ബാക്കി ഉള്ള OH എന്ന് പറയുന്നത് NgXന്റെ കൂടെ ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ്. അതേസമയം നെക്സ്റ്റ് ആൽഡിഹൈഡ് നമ്മൾ എടുക്കുന്നു R-CHO. സോ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 1 കാർബൺ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിന്റെ കൂടെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സെക്കൻഡറി ആൽക്കഹോൾ. നോട്ട് ചെയ്ത് വെക്കുക, വി ഗെറ്റ് സെക്കൻഡറി ആൽക്കഹോൾ. സോ സെക്കൻഡറി ആൽക്കഹോൾ. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറ്റോണിന്റെ കേസാണ്. കീറ്റോണിന്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ നോക്കൂ, R-COR" ആണ് വരുന്നത്. അതിൽ RMgX ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേഴ്ഷ്യറി ആൽക്കഹോൾ ആണ്. സോ ഇത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ മെത്തനാൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, മെത്തനാൾ, കാരണം അതായത് ആൽഫ കാർബൺ ഇല്ലാത്ത ആൽഡിഹൈഡ്, അതാണ് മെത്തനാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് പ്രൈമറി ആൽക്കഹോൾ. അടുത്തത് ആൽഡിഹൈഡ് ഹാവിംഗ് ആൽഫ കാർബൺ ആറ്റം ആണെങ്കിൽ വി ഗെറ്റ് സെക്കൻഡറി ആൽക്കഹോൾ. ആൻഡ് അതേപോലെ കീറ്റോൺ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ടേഴ്ഷ്യറി ആൽക്കഹോൾ. സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് പ്രിപ്പറേഷൻസ് ആണ് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഫീനോളിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് കുറെ ടൈപ്പ് പ്രിപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, കാർബണൽ കോമ്പൗണ്ട്സ് ഫ്രം ആൽക്കീൻസ്, അങ്ങനെയുള്ള എല്ലാം പറഞ്ഞിരുന്നു. ആൻഡ് നൗ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഫീനോളാണ് പറയുന്നത്. നമ്മളെല്ലാം ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ ഫ്രം ഹാലോ അറീൻസ് ആണ്. ഓക്കെ, ഹാലോ അറീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറീൻ മീൻസ് എന്താ? ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട്. സോ ബെൻസീനകത്ത് ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ ഹാലോ അറീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, അവിടെ ക്ലോറോ ബെൻസീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹാലജൻ, വി നോ ദാറ്റ്. സോ ക്ലോറിൻ ഈസ് അറ്റാച്ച്ഡ് ഇൻ ദ ഒരു ബെൻസീൻ മോളിക്യൂൾ കേട്ടോ. സോ ക്ലോറോ ബെൻസീന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ആൽക്കലി ആഡ് ചെയ്തു, ദാറ്റ് ഈസ് NaOH ആഡ് ചെയ്തു at conditions like 623 Kelvin, അതുപോലെ 300 APM. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ONa എന്ന് പറയുന്ന ഒരു അയോൺ കിട്ടും. അതിനെ പറയുന്ന പേരാണ് സോഡിയം ഫീനോക്സൈഡ്. ഓക്കെ, സോഡിയം ഫീനോക്സൈഡ് എന്നാണ് ആ ഒരു കോമ്പൗണ്ടിന്റെ പേര്. അതിന് പിന്നീട് നമ്മൾ ഒരു ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, HCl. സോ ഈ ONa എന്നുള്ളത് മാറി OH ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നു. ദാറ്റ് ഈസ് ഫീനോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടുന്നു. സോ ഇവിടെ ഫ്രം ഹാലോ അറീൻസ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് ഹൗ വിൽ യു കൺവേർട്ട് ഹാലോ അറീൻ ടു ഫീനോൾ, അല്ലെങ്കിൽ ഹൗ വിൽ യു ഒബ്റ്റെയിൻ ഫീനോൾ ഫ്രം ഹാലോ അറീൻ. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലാതെ ഫീനോൾ പ്രിപ്പയർ ചെയ്യൂ എന്നൊരിക്കലും നമുക്ക് ചോദിക്കില്ല. സോ നമ്മുടെ റിയേജൻസ് ആണ് അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്, നമ്മൾ പഠിക്കേണ്ടതും അത് തന്നെയാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രം ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നുള്ളതാണ്. സോ നമ്മൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ബെൻസീൻ തന്നെയാണ്. ബെൻസീനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഉലിയം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഉലിയത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് H2S2O7 എന്നുള്ളതാണ് കേട്ടോ, H2S2O7. സോ നമ്മൾ ബെൻസീനിലേക്ക് ഉലിയം ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. നമ്മൾ സൾഫോണേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സൾഫോണേഷനിലും SO3H എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇവിടെയും SO3H എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ ബെൻസീനകത്ത് അറ്റാച്ച് ചെയ്യുന്നത്. സോ അതിന്റെ പേര് ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. ഇനി അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഒരു ആൽക്കലി ആഡ് ചെയ്യുന്നു, ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ്, അല്ലെ? അതാണ് H+ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? ഫീനോള് ആൻസർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ആണ് ഫ്രം ഡയസോണിയം സോൾട്ട്. ഡയസോണിയം സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡയസോണിയം സോൾട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഫീനോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് അനിലിനാണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് അനിലിൻ. അനിലിന് നമ്മൾ ആഡ് ചെയ്യേണ്ടത് NaNO2 HCl ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് NaNO2 ആൻഡ് HCl. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് കേട്ടോ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡയസെറ്റൈസേഷൻ. ഡയസെറ്റൈസേഷൻ ഇത്ര മാത്രം കേട്ടോ പറയണേ, ഫുൾ അല്ല. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് വരെയുള്ള ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡയസെറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് എന്താണ് ഡയസെറ്റൈസേഷൻ എന്ന് പറയുന്നത്? അതായത് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഫ്രം എന്ത്? അനിലിൻ. അനിലിൽ നിന്നും ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഡയസെറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്യണോ, അതും വാം ആണ് കേട്ടോ, വാം കണ്ടീഷനിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീനോൾ അവിടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ അറിയണം നിങ്ങൾ. കണ്ടോ, ബെൻസീനകത്ത് CH3CH3 ഓക്കെ, CH3 ട്വൈസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് ക്യുമീൻ എന്ന് പറയുന്നത് കേട്ടോ. ക്യുമീനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഏതാ? ഓക്സിജൻ ആണ്. ഓക്സിജൻ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. അതിലേക്ക് നമ്മൾ ഒരു ആസിഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഫിനോള് പ്ലസ് കീറ്റോണ്. അത് ഓർക്കണം, ഒരു കീറ്റോണും കിട്ടുന്നുണ്ട്, ഒരു ഫിനോളും കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രിപ്പറേഷൻ പറയാനായിട്ടുള്ളത്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ നോക്കൂ, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് ആൻഡ് അലൈൽ ഹാലൈഡ്സ്. ഓക്കെ, നമ്മൾ ഹാലോ ആൽക്കൈൻ തന്നെ അറേഞ്ചും എല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ അതിനകത്ത് അവരെക്കാളും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട് ആർക്ക്? ആൽക്കഹോൾസിന് കേട്ടോ. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുമില്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഒരൊറ്റ റീസൺ ആണുള്ളത്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ. അതിവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കൂ. H അല്ലെ, HOR എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള Oയും Hഉം തമ്മിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾറെഡി ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്നുള്ളത് അറിയാന്ന് വിചാരിക്കുന്നു. ഹൈഡ്രജൻ ഈസ് ബോണ്ടഡ് ടു ആൻ എലമെന്റ് ഹാവിങ് ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി ദാൻ ദാറ്റ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനേക്കാളും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഒരു എലമെന്റുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ടിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഫിനോളിന്റെ കേസിലും അതുപോലെ തന്നെയാണ്, അവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നുണ്ട്. അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. ഇനി ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബ്രാഞ്ചിങ്. ബ്രാഞ്ചിങ് കൂടുന്തോറും അവിടെ എന്ത് ചെയ്യുന്നു? ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നെക്സ്റ്റ് ആണ് സോളിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ആണ് സോളിബിലിറ്റി. സോളിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് H2O മോളിക്യൂൾസ്. H2O മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. വാട്ടർ മോളിക്യൂൾസിന്റെ കേസിൽ ആൽക്കഹോൾസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക, സോളിബിലിറ്റി ആണ് പറയുന്നത്. സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിലുള്ള ആ ഒരു ബോണ്ടിങ് ആണ് നമുക്കറിയാം അല്ലെ. സോ ഇവിടെയും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ആരുമായിട്ടാണ് ഫോം ചെയ്യുന്നത്? H2O മോളിക്യൂളുമായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ,
സോ അതുകൊണ്ട് തന്നെ ആൽക്കഹോൾസ് എന്താണ്, ഹൈലി സോളിബിൾ ആണ്. ബിക്കോസ് അവർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ്സിന്റെ സോളിബിലിറ്റി കുറയും. എപ്പോഴാണത്? സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സോളിബിലിറ്റി എന്ത് ചെയ്യും, കുറയും. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോ പറഞ്ഞത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ് ആണ് പറയുന്നത് കേട്ടോ. സോ അതിനകത്ത് ആദ്യം വരുന്ന റിയാക്ഷൻ ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് OH ബോണ്ട് ആണ്. OH ബോണ്ടിന്റെ ക്ലീവേജ് വഴി ഉണ്ടാകുന്ന റിയാക്ഷൻസ്. അതിൽ ഒന്നാമത്തെ അസിഡിറ്റി ആണ് കേട്ടോ. അപ്പൊ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസും ഫീനോൾസും പറയാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽ ആണ്. നോക്കൂ, അതായത് എത്തനോൾ എടുത്തു. എത്തനോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോഡിയം 2 മോൾ സോഡിയം എടുത്തു. അങ്ങനെ നടക്കുന്ന സമയത്ത് വി ഗെറ്റ് സോഡിയം എത്തോക്സൈഡ്. ONA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തോക്സൈഡിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ദെൻ H2. അത് നമ്മൾ എന്താ, ഒരു ആൽക്കഹോൾ ആണ്. ഇനി നമ്മൾ ഫീനോൾ എടുത്തു. ഫീനോളിന്റെ ഫോർമുലയാണ് C6H5OH എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 2 NA എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സോഡിയം ഫീനോക്സൈഡ് എന്ന് പറയുന്ന അടുത്തൊരു അയോൺ കിട്ടും. ഓക്കെ, ഇനി ആൽഡിഹൈഡും ഫീനോൾ എന്ന് പറയുന്നത് അസിഡിക് ഇൻ നേച്ചർ ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു 2 ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ്. ഓക്കെ, അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് പറയുന്ന സമയത്ത് എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, ആസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പോളാർ നേച്ചർ ഓഫ് OH ബോണ്ട്. OH ബോണ്ടിന്റെ പോളാർ നേച്ചർ ആണ്. നമുക്കറിയാം ഓക്സിജനും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ Hനും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. ആരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കൂടുതൽ? ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കൂടുതൽ. ഒബ്വിയസ്ലി നമുക്കറിയാലോ അത്. അപ്പൊ അവിടെയുള്ള ചാർജ് വേരിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? ചാർജ് വേരിയേഷൻ Oയ്ക്ക് എന്ന് പറയുന്നത് ഒരു ഡെൽ മൈനസ് ചാർജും H എന്ന് പറയുന്ന ഒരു ഡെൽ പോസിറ്റീവ് ചാർജാണ് അവിടെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, പോളാർ നേച്ചർ ഉണ്ട് കേട്ടോ. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് അറിയാലോ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാം. സോ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്, ഇൻക്രീസസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ഓക്സിജൻ. ഓക്സിജനകത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന പറയുന്നത്. ഓക്സിജനകത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മൈനസ് ചാർജിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് അല്ലേ. നമ്മൾ ഈ മൈനസ് എന്നാണ് ഇലക്ട്രോണിനെ സൂചിപ്പിക്കുക എപ്പോഴും. ഓക്കെ, സോ എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ, ഈ മൈനസ് ചാർജിന്റെ ഇന്റൻസിറ്റി ഇവിടെ ഓക്സിജനിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൈനസ് ചാർജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പൊളാരിറ്റിയോടെ എന്ത് ചെയ്യും, ഡിക്രീസ് അല്ലേ ചെയ്യുക അല്ലേ. ശരിക്കും പറഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, 2 മൈനസ് ഉണ്ടെങ്കിൽ 2 പോസിറ്റീവ് വേണം. അങ്ങനെയാണ് അവർ ന്യൂട്രൽ ആയിട്ട് മാറുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക അല്ലേ. പക്ഷെ ഇവിടെ 2 പ്ലസിന് ഒരു 10 മൈനസ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു വിരോധാഭാസം അല്ലേ ഇവിടെ. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓക്സിജനിൽ കൂടിക്കഴിഞ്ഞാൽ പൊളാരിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആസിഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആസിഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇനി ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. അതായത് H+ പെട്ടെന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആസിഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുള്ളത് കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. H+നെ പെട്ടെന്ന് കളയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആസിഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിതിവിടെ എങ്ങനെയാണ് ആസിഡ് സ്ട്രെങ്ത്തിന്റെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് OH അല്ലെ, ഇവിടെ പ്ലസ് ചാർജ് ഇവിടെ മൈനസ് ചാർജ് ആണെന്ന് അറിയാം. നിങ്ങളൊന്ന് നോക്കിക്കേ, ഞാനിപ്പോ എന്താ പറഞ്ഞത്, ഓക്സിജനിലുള്ള മൈനസ് ചാർജ് ഇവിടെ ഇൻക്രീസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ. സോ ഇവിടെ എന്താണ്, നല്ല രീതിയിൽ മൈനസ് ചാർജ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം മൈനസും പ്ലസും ആണ് അട്രാക്ട് ചെയ്യാനുള്ളത് അറിയാം. ഈ പ്ലസ് ചാർജ് അട്രാക്ട് ചെയ്യും അല്ലെ. മൈനസ് ചാർജ് ഞാൻ പറഞ്ഞു ഇവിടെ ഒരെണ്ണം അല്ല, പകരം 10 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു.
10 മൈനസ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 10 മൈനസും കൂടെ ഈ ഒരു പോസിറ്റീവിനെ നല്ലോണം അങ്ങോട്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ H പ്ലസ് ഇവിടെ നിന്ന് പോവോ? H പ്ലസ് ഇവിടെ നിന്ന് പോവോ? ഇല്ല, പോവില്ല അല്ലേ? ഞാനിപ്പോ എന്താ പറഞ്ഞ, H പ്ലസിനെ പെട്ടെന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അവരാണ് നല്ല രീതിയിലുള്ള അവരുടെ ഇൻക്രീസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഇവര് H പ്ലസിനെ കാണില്ല, ബിക്കോസ് അവിടെ എന്ത് ചെയ്യുന്നു? നല്ല രീതിക്കുള്ള മൈനസ് ചാർജ് അവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് എന്താണ് ആസിഡ് സ്ട്രെങ്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കൂ, പ്രൈമറി ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറി ടേഴ്ഷ്യറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. പ്രൈമറിക്ക് ആയിരിക്കും ഇവിടെ കൂടുതൽ, ദെൻ സെക്കൻഡറി, ദെൻ ടേഴ്ഷ്യറി. ഓക്കെ, ഇനി ബട്ട് ആൽക്കഹോൾസ് ആർ വീക്കർ ആസിഡ്സ് ദാൻ വാട്ടർ. വാട്ടറും ആൽക്കഹോളും എടുത്തു കഴിഞ്ഞാൽ വാട്ടറാണ് ആസിഡ് സ്ട്രെങ്ത് കൂടുതൽ കേട്ടോ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, വാട്ടറിനാണ് കൂടുതൽ, ആൽക്കഹോളല്ല. നെക്സ്റ്റ് ആസിഡിറ്റി ഓഫ് ഫീനോൾ. ഫീനോളിന്റെ ആസിഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എവിടെ ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ ഈ പറയുന്ന sp2 കാർബൺ, ബെൻസീൻ റിങ്ങിലുള്ള sp2 കാർബണിന് എന്താണ് ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് അത് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം ഓക്സിജനിൽ ഓൾറെഡി എന്തുണ്ട്? ലോൺ പെയർ ഉണ്ടെന്ന് അറിയാം അല്ലെ? അപ്പൊ ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇൻ ഓക്സിജൻ, ഓക്സിജനിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? എൻ്റർ ദ ബെൻസീൻ റിംഗ്, ബെൻസീൻ റിംഗില് എൻ്റർ ചെയ്യും. അങ്ങനെ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ നമ്മൾ ഷോ ചെയ്തിട്ടുള്ളത്. കണ്ടോ, 5 സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനകത്ത് സ്ട്രക്ചർ 2, 3, 4. ഓക്കെ, ഈ 3 സ്ട്രക്ചറിൽ മാത്രം നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എവിടെ? ഓക്സിജൻ ആറ്റത്തിന്റെ അടുത്ത് അല്ലേ? അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കണം. അവിടെയുള്ള പോസിറ്റീവ് ചാർജ് ഈ പറഞ്ഞ ലോൺ പെയർസിനെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തായി? ഒരു അട്രാക്ഷൻ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ H+ അയോൺ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യും. അങ്ങനെ ഫീനോൾ എന്താണ്? ആസിഡിക് ക്യാരക്ടർ ഷോ ചെയ്യണമെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. ഇവിടെ എന്താ പറയണേ? ആൽക്കഹോളിനെക്കാളും കൂടുതൽ അസിഡിക് ആണ് ആര്? ഫീനോൾ. ഇനി അതിന്റെ റീസൺ ആണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ആൽക്കഹോളില് OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എവിടെ? കാർബണുമായിട്ട്. ആ കാർബണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കാർബണിന് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, സോറി, sp3 കാർബൺ ആറ്റം ആണ് ഉണ്ടാവുക ആൽക്കഹോളിന്റെ കേസിൽ. പക്ഷെ ഫീനോളിന്റെ കേസിൽ അങ്ങനെയല്ല. അവിടെയുള്ള കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഗ്രേറ്റർ എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി മാർക്കുള്ളത് sp2-നാണ് ഉള്ളത് അല്ലെ? sp2-നാണ് ഈ പറയുന്ന ഗ്രേറ്റർ എസ് ക്യാരക്ടർ ഉള്ളത്. അതുകൊണ്ട് തന്നെ OH ബോണ്ട് ക്ലീവേജ് എന്ന് പറയുന്നത്, ഓക്കെ, OH ബോണ്ട് ക്ലീവേജ് എന്ന് പറയുന്നത് ഫീനോളിലായിരിക്കും ഗ്രേറ്റർ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. ഓക്കെ, പെട്ടെന്ന് H+ കളയണമല്ലോ, അത് പെട്ടെന്ന് സംഭവിക്കുന്ന എവിടെയായിരിക്കും? ഫീനോളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിനേക്കാളും കൂടുതൽ എന്താണ്? ആസിഡിക് ആണ് ഫീനോൾ കേട്ടോ. അടുത്ത റീസൺ ആണ് ഈ പറയുന്നത്. ഒന്നാമത്തെ റീസൺ കഴിഞ്ഞു, രണ്ടാമത്തെ റീസൺ ആണ്. ഓക്കെ, ആൽക്കഹോൾ ഉണ്ടാകുന്ന അയോൺ ആണ് ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറയുന്നത്. ആൽക്കഹോളിൽ ഉണ്ടാകുന്ന അയോൺ ആണ് ആൽക്കോക്സൈഡ് അയോൺ. ഓക്കെ, അതെങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ROH റിവേഴ്സിബിളി ഗീവ്സ് RO- H+. കേട്ടോ. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരൊറ്റ സ്ട്രക്ചർ ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. സോ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓക്സിജൻ ആറ്റത്തിൽ തന്നെ ഉണ്ട്. ഇനി അതേസമയം ഫീനോക്സൈഡ് ആണോ എന്ന് നോക്കാം നമുക്ക്. അതായത് OH എന്തായി മാറി? ഫീനോക്സൈഡ് ആണ്. അതായത് H റിമൂവ് ചെയ്ത് മൈനസ് ചാർജ് വന്നു നോക്കുക. എന്താണ്? ഫീനോക്സൈഡ് ആണ്. ഓക്കെ, ഇവരുടെ കേസിൽ നോക്കിയിട്ട് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. കാണുമ്പോൾ അറിയാലോ
ഇതിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെസൊണൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന നെഗറ്റീവ് ഒരു എന്ത് ചെയ്യും, ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും, പൊസിഷൻസ് മൂവ് ചെയ്തിട്ടേ ഇരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫീനോക്സൈഡ് അയോൺ ആയിരിക്കും മോർ സ്റ്റേബിൾ. ഓക്കെ, ഫീനോക്സൈഡ് അയോൺ ആയിരിക്കും മോർ സ്റ്റേബിൾ അല്ലേ? അതുകൊണ്ട് തന്നെ ഫീനോളിന്റെ അയണൈസേഷൻ നല്ല വൃത്തിയിൽ നടക്കുകയും ചെയ്യും. ഫീനോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഫീനോക്സൈഡ് അയോൺ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ കേട്ടോ. ഫീനോൾ എടുത്താൽ ഫീനോക്സൈഡ് അയോൺ ആണ് മോർ സ്റ്റേബിൾ ദാൻ ഫീനോൾ. അതോടൊന്ന് ഓർത്ത് വെക്കുക. സോ ഇത് രണ്ടെണ്ണമാണ് റീസൺ വരുന്നത്. ഓക്കെ, വൈ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ എന്ത് ആൽക്കഹോൾ. ഇനി അടുത്തത് നോക്കൂ, ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് NO2 പോലെയുള്ള ഗ്രൂപ്പുകളാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത് കേട്ടോ. ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ ഉണ്ടെങ്കിൽ അതിന്റെയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയുള്ള എഫക്റ്റീവ് ഡീലോക്കലൈസേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് നടക്കും. എവിടെ? ഫീനോക്സൈഡ് അയോണിൽ. അവിടെയുള്ള ഫീനോക്സൈഡ് അയോണിലുള്ള എഫക്റ്റീവ് ഡീലോക്കലൈസേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് അവിടെ നടക്കും. അതാണ് അതിന്റെ റീസൺ. ഓക്കെ, ഇനി അതേസമയം ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ് വരുന്ന ഈ പൊസിഷനിൽ എന്നുണ്ടെങ്കിൽ ഓക്കെ, ആസിഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസോൾ എന്ന് പറയുന്നത്, ക്രിസോൾ ഏതാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ നെയിമിങ്ങിന്റെ സമയത്ത് പഠിച്ചതാണ് ക്രിസോൾ എന്താണെന്നുള്ളത്. OHന്റെ ഓർത്തോ പൊസിഷനിൽ CH3 ഗ്രൂപ്പ് വരുന്നതാണ് ക്രിസോള് കേട്ടോ. സോ ക്രിസോൾ എന്ന് പറയുന്നത് ലെസ് അസിഡിക് ആണ് ഫീനോളിനെക്കാളും. എന്തുകൊണ്ടാണ്? ഞാനിപ്പോ പറഞ്ഞില്ലേ, CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഓർത്തോയിലോ പാരയിലോ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താണ് അസിഡിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്ന നമ്മളിപ്പോ പറഞ്ഞു കേട്ടോ. സോ ഇതാണ് അതിന്റെ റീസൺ. ആൻഡ് നൗ നമ്മൾ പഠിക്കാൻ പോകുന്ന എസ്റ്ററിഫിക്കേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എസ്റ്റർ എന്താണെന്നുള്ളത് ആദ്യം അറിയണം. COO എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത് വളരെ എളുപ്പമായിട്ടുള്ള സാധനമാണ് എസ്റ്ററിഫിക്കേഷൻ. അതായത് ആസിഡും ആൽക്കഹോളും കൂടെ ട്രീറ്റ് ചെയ്യാം നമ്മൾ, അത്രയേ ഉള്ളൂ. ആ പ്രോസസ്സാണ് എസ്റ്ററിഫിക്കേഷൻ. സോറി. ഓക്കെ, ആസിഡും ആൽക്കഹോളും കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു എസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, അസറ്റൈലേഷൻ എന്നുള്ളതാണ്. അസറ്റൈൽ ഗ്രൂപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, അതായത് ROH അതൊരു ആൽക്കഹോൾ ആണ്. അതിന്റെ കൂടെ നമ്മൾ RCOCl ചേർക്കണം. ഓക്കെ, കാർബണിൽ ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യണം. ഇൻ ദ പ്രസൻസ് ഓഫ് പിരിഡിന്റെ പ്രസൻസിലാണ് നടത്തുന്നത്. അങ്ങനെ ഉണ്ടാവുന്നതാണ് RCOOR- പ്ലസ് HCl. ഈ ഒരു റിയാക്ഷന് പേരുണ്ട് ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ കേട്ടോ. പിരിഡിന്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്നും ഉണ്ടായില്ല, നമ്മളിപ്പോ ആൽക്കഹോള് അതുപോലെ RCOCl ചേർത്ത് പിരിഡിൻ വന്നപ്പോ നമുക്ക് RCOOR- എസ്റ്റർ കിട്ടി. ഓക്കെ, അതേസമയം C6H5 അറിയാം, ഫീനോളിന്റെ കൂടെ ഇതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ആൻസർ, ഏകദേശം സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഈ അസറ്റൈൽ ഗ്രൂപ്പ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഫീനോളില് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുല്ലോ, ചെയ്തതിന് പറയുന്ന പേരെന്താ? അസറ്റൈലേഷൻ. ഓക്കെ, ഇനി ഈ അസറ്റൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ്, അസറ്റൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നതാണല്ലോ അസറ്റൈലൈസേഷൻ. നമ്മൾ സാലിസിലിക് ആസിഡിൽ ഈ പറയുന്ന അസറ്റൈലേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ആസ്പിരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? യെസ്, കേട്ടിട്ടുണ്ടാവുമല്ലോ ആസ്പിരിൻ. നമ്മൾ ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണല്ലോ, പാരസെറ്റമോള് അല്ലെ, അതേപോലെ ഉള്ളൊരു ടാബ്ലറ്റ് ആണ് ഈ പറയുന്ന ആസ്പിരിൻ എന്ന് പറയുന്നത്. ഒരു അനാൽജസിക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വാട്ട് ഈസ് മീൻ ബൈ അനാൽജസിക്സ്? ഇറ്റ് ഈസ് എ പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ്. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് COOHും OHും ഉണ്ട്. പ്ലസ് ഈ പറയുന്ന ആസിഡ് ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അതിന്റെ കോമൺ നെയിമാണ് ആസ്പിരിൻ.
നെക്സ്റ്റ് വരുന്ന റിയാക്ഷൻ ഇൻവോൾവിംഗ് ക്ലീവേജ് ഓഫ് CO ബോണ്ട് ആണ്. അല്ലാതെ ആദ്യം ഹൈഡ്രജൻ ഹാലാണ് കേട്ടോ. സോ ROH plus HX ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രഡ് സിംഗിൾ ക്ലോറൈഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് RX എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ടെസ്റ്റ് വരുന്നത് ലൂക്കാസ് ടെസ്റ്റ്, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് ലൂക്കാസ് ടെസ്റ്റ് ആണല്ലോ, അപ്പൊ അതിനകത്ത് റിയേജന്റ് വേണമെന്ന് അറിയാം. സോ ലൂക്കാസ് റിയേജന്റ് നമുക്ക് അറിയണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് HCl പ്ലസ് അൺഹൈഡ്രഡ് സിങ്ക് ക്ലോറൈഡ്. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഇതാണ് നമ്മുടെ ലൂക്കാസ് റിയേജന്റ്. രണ്ടിന്റെ മിക്സ്ചർ ആണ് അവിടെ വരിക കേട്ടോ. നോക്കൂ, നമ്മള് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ടാണ്. അതായത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേഴ്ഷ്യറി ആണോ എന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ലൂക്കാസ് ടെസ്റ്റ്. ഓക്കെ, സോ അതിനകത്ത് ആദ്യത്തെ കേസ് ടെർഷ്യറി ആൽക്കഹോളിന്റെ കൂടെ നമ്മൾ ലൂക്കാസ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ടർബിഡിറ്റി ഫോം ചെയ്യും. ഫോംസ് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. ടർബിഡിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ക്ലൗഡി നേച്ചറുള്ള ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് കാണാം. ഇനി സെക്കൻഡറി ആൽക്കഹോൾസും ലൂക്കാസ് റിയേജന്റും ആണ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടർബിഡിറ്റി പെട്ടെന്ന് കിട്ടില്ല. ഓൺലി ആഫ്റ്റർ 5 minutes. 5 minutesന് ശേഷം നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. അതേസമയം പ്രൈമറി ആൽക്കഹോൾസും ലൂക്കാസ് റിയേജന്റും ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, ടർബിഡിറ്റി ഫോർമേഷൻ പോലും ഉണ്ടാവില്ല. ഓക്കെ, അതേസമയം റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി ഉണ്ടാവില്ല. നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടർബിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ട്രൈഹാലൈഡ് ആണ്. ട്രൈഹാലൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ PX3 ആണ് കേട്ടോ. സോ ROH പ്ലസ് PX3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് RX പ്ലസ് H3PO3 എന്ന് പറയുന്ന ഒരു ആസിഡാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ഡീഹൈഡ്രേഷൻ ആണ്. എന്താ ഡീഹൈഡ്രേഷൻ ആദ്യം മനസ്സിലാക്കുക. ഒരു വാട്ടർ മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ കേട്ടോ. ഈ ഡീഹൈഡ്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ H2SO4 സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ H3PO4 ഫോസ്ഫോറിക് ആസിഡ്, ഇതിൽ ഏതെങ്കിലും ഒരു ആസിഡ് ഉപയോഗിച്ചാലും മതി. അല്ല വെച്ച് കഴിഞ്ഞാൽ അൺഹൈഡ്രഡ് സിങ്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ അലുമിന ടു ഫോം ആൽക്കീൻസ്. ഇവരുടെ പ്രസൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്, ആൽക്കീൻസ് ആണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ യെസ് ആൽക്കീൻസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ അതിന്റെ എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി, ടേഴ്ഷ്യറി, പ്രൈമറി എന്നുള്ളവരുടെ എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രൈമറി ആൽക്കഹോൾസ് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൽഡിഹൈഡ് കിട്ടും. പ്രൈമറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൽഡിഹൈഡ് കിട്ടും. ഇനി അവിടെ ഉപയോഗിക്കേണ്ട റിയേജന്റ് എന്ന് പറയുന്ന ഓക്സിഡൈസിങ് റിയേജന്റ് ആണ് അൺഹൈഡ്രസ് CrO3. അൺഹൈഡ്രസ് CrO3. ഓക്കെ, ഇനി അതേസമയം വിത്ത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, നമുക്ക് മൈൽഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സ്ട്രോങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഏതാണ്? കാർബോക്സിലിക് ആസിഡ്. ഇതിന്റെ ഫോർമുലാസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, ഇനി അതേസമയം പ്രൈമറി ആൽക്കഹോൾസ് എന്ന് പറയുന്നത് PCC എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, പെരിഡീനിയം ക്ലോറോക്രോമേറ്റ് കേട്ടോ. PCC എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്രോട്ടൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടെ കിട്ടും. ഇതാണ് പ്രൈമറിയുടെ കേസിൽ ഇത്രയും പറയാം. അടുത്തത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. സെക്കൻഡറി ആൽക്കഹോളിന്റെ കേസിൽ അത് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, കീറ്റോൺസ് ആണ് കിട്ടുന്നത്. കീറ്റോൺസ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇവിടെ R2CO എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കീറ്റോൺ ആവും എന്നുള്ളത് മാത്രം ഡൗട്ട് വരരുത്. R2CO എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, RR. ശരിയല്ലേ? കീറ്റോൺ ആയില്ലേ ഇത്? ഓക്കെ, R2CO. അടുത്തത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നമുക്കിവിടെ കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോൾസ് കാർബോക്സിലിക് ആസിഡ് വിത്ത് ലെസർ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അതായത് പാരന്റ് ആറ്റത്തിനേക്കാളും ഒരു കാർബൺ ആറ്റം ഇവിടെ എന്തായിരിക്കും, ലെസ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ടേഴ്ഷ്യറി ആൽക്കഹോൾ ആണ്. ടേഴ്ഷ്യറി ആൽക്കഹോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കില്ല, ഓക്സിഡേഷൻ റിയാക്ഷൻ പെട്ടെന്ന് നടക്കില്ല. പക്ഷേ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അങ്ങനെയുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ടെങ്കിൽ, അതുപോലെ ഹൈ ടെമ്പറേച്ചർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാദ്യം കീറ്റോൺ ആയിട്ട് മാറും. ആ കീറ്റോണിന്റെ പ്രത്യേകതയും എന്താണ്, നമ്പർ ഓഫ് കാർബൺ ആറ്റം ലെസ് ആയിരിക്കും. ആൻഡ് പിന്നെ ആ കീറ്റോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും, വിച്ച് ഇസ് 1 ആറ്റം ലെസ്. ഓക്കെ, ഓക്സിഡേഷനിൽ പറയാനായിട്ടുള്ളത്. അത് ഓരോന്നിലും ഓരോ പോലെയാന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈമറിയിൽ പോലെ ആയിരിക്കില്ല സെക്കൻഡറി, അതുപോലെ തന്നെ ആയിരിക്കില്ല ടേഴ്ഷ്യറി എന്നുള്ളത് കൂടെ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് റിയാക്ഷൻ വിത്ത് ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ്. റിയാക്ഷൻ വിത്ത് ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ്. നിങ്ങൾക്കറിയാം എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, എന്താണ്? യെസ്, റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എന്താ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാനാണെങ്കിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റും, ഇതിനെ റിട്ടാർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നും പറയും. ഒരു എക്സാമ്പിൾ, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വനേഡിയം പെൻഡോക്സൈഡ്. കോണ്ടാക്ട് പ്രോസസ് എന്താണെന്നുള്ളത് അറിയോ? യെസ്, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് കോണ്ടാക്ട് പ്രോസസ്. അതിനകത്ത് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. നോക്കൂ, ഇവിടെ കോപ്പർ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ്, ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റിന്റെ കേസാണ് പറയുന്നത്. പ്രൈമറി ആൽക്കഹോൾസ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ കോപ്പർ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി ആൽക്കഹോൾസ് ആരായിട്ട് മാറുന്നു, ആൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഇനി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഡീഹൈഡ്രോ ഹാലജനേഷൻസ്. ഇപ്പൊ മനസ്സിലാക്കുക, DED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, എലിമിനേഷൻ എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഹൈഡ്രോജിനേഷൻ എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? ഡീഹൈഡ്രോജിനേഷൻ എന്നുള്ളതാണ്. അതായത് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, യെസ്, ഹൈഡ്രജൻ അവിടെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കൂ, എക്സാമ്പിൾ ഉണ്ട് അവിടെ, RCH2OH. അതിനകത്ത് എന്താ സംഭവിക്കുന്നത്, RCHO. ഓക്കെ, ഇവിടെ ആരാ പോകുന്നത്, H2 മോളിക്യൂളാണ് അവിടെ നിന്ന് പോകുന്നത്. ഡീഹൈഡ്രജനേഷൻ അല്ലേ? അതെ, ഹൈഡ്രജനേഷൻ പറയുമ്പോൾ H2 മോളിക്യൂളിനെ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. അടുത്ത സെക്കൻഡറി ആൽക്കഹോൾ എടുത്ത് നോക്കൂ. സെക്കൻഡറി ആൽക്കഹോളിന്റെ കേസിലും സെയിം മെത്തേഡ് ആയിട്ടുള്ള ഡീഹൈഡ്രജനേഷൻ ആണ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു, കീറ്റോൺ ആണ് കിട്ടുന്നത്. ഇവിടെ ആൻസേഴ്സിനാണ് പ്രസക്തി കേട്ടോ. രണ്ടിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ആൻസേഴ്സിനാണ് പ്രസക്തി. അതുപോലെ തന്നെ റിയാക്ടന്റിനും പ്രസക്തി ഉണ്ട്. കാരണം നമ്മൾ ആരെയാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നോക്കൂ. R2CHOH നമുക്ക് R2CO എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായി. ടേഴ്ഷ്യറി ആൽക്കഹോളിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. ഡീഹൈഡ്രേഷൻ നടന്ന് ആൽക്കീൻസ് ആണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി എന്താ ഡീഹൈഡ്രേഷൻ? ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O മോളിക്യൂൾ ആണ് കേട്ടോ. ഹൈഡ്രജനേഷൻ അല്ല, ഹൈഡ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത് H2O മോളിക്യൂൾ ആണെന്ന് ഓർക്കാം. എന്നിട്ട് എന്താ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ആൽക്കീൻസ്. എന്താ ആൽക്കീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാർ കേട്ടോ. അവിടെ ശ്രദ്ധിച്ച് നോക്കൂ, അതായത് CH3C, അത് കഴിഞ്ഞ് CH2 ആണ് വരുന്നത്. സോ ആ OHും പോയി, അതേപോലെ തന്നെ CH3 ഒരു Hഉം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ആൽക്കീൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഉപയോഗിച്ചതും കോപ്പറും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള 573 കെൽവിനാണ് ഉള്ളത് കേട്ടോ. സോ റിയാക്ഷൻ വിത്ത് ഹോട്ട് കോപ്പർ കാറ്റലിസ്റ്റ്, അതിൽ നമ്മൾ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിലും സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിലും ടേഴ്ഷ്യറി ആൽക്കഹോൾ ആണെങ്കിലും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓർത്തു വെക്കുക, ആൽഡിഹൈഡ് കിട്ടുന്നു, കീറ്റോൺ കിട്ടുന്നു, ആൻഡ് ആൽക്കീൻസ് കിട്ടുന്നു. ഓക്കെ ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റിയാക്ഷൻസ് വരുന്നത്.
ഓക്കെ, നമ്മൾ റിയാക്ഷൻസ് ഓഫ് ഏത് വരെയാ പറഞ്ഞ ആൽക്കഹോൾസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോൾസ്. ഇനി നമുക്ക് റിയാക്ഷൻസ് ഓഫ് ഫീനോൾസ് ആണ് നമുക്ക് ഇനിയുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരെയുള്ള റിയാക്ഷൻസ് വളരെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക. അതർവൈസ് നമുക്ക് കിട്ടില്ല. ഈ റിയാക്ഷൻസിന് എല്ലാം ഇമ്പോർട്ടൻസ്, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് തന്നെ പഠിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.